നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യമ്മ നിശ്ചയിച്ച് എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം മുടക്കാനാ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇപ്പോ പപ്പിമോളെ ഒളിപ്പിച്ചേക്കുന്നതും അതുകൊണ്ട് തന്നെയാ. പപ്പിമോളെ ഒളിപ്പിക്കാനോ? സ്വന്തം മോളെ പോലും ശ്രദ്ധിക്കാതെ കുഞ്ഞേച്ചിക്ക് വേണ്ടി കള്ളാമനെയും കാണിച്ചോണ്ട് പോയി കിടക്കണേ ആ കട്ടില്ല. നീ ഒറ്റ എടുത്ത് കാരണം പപ്പിമോള് പോയത്. നിനക്ക് നിന്റെ മോളെ വേണ്ടല്ലോ, കുഞ്ഞേച്ചിയെ മതിയല്ലോ. അവിടെ ഒരു കുഞ്ഞേച്ചി. എന്നാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാടി? ആ മൂദേവിയും കെട്ടിപ്പിടിച്ചോണ്ട് ആ വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഇറങ്ങി പോടി. സത്യമ്മ, സത്യമ്മ, ഞാൻ കാല് പിടിക്കാം. സത്യമ്മ, ദയവേത് എന്നെ തോട്ടു പോവരുത് തന്നെ. പോ. പോടാ. സത്യമേ, അവള് ക്ഷമ ചോദിച്ചു. പിന്നെ പപ്പിമോൾ എവിടെയാണെന്ന് പോലും അറിയാതെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുമ്പോ ഇവക്കങ്ങനെ അവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റും? പപ്പിമോളുടെ അമ്മയാ ഇവള്. പെറ്റമ്മയുടെ അത്രയും സങ്കടം എന്തായാലും മറ്റുള്ളവർക്കുണ്ടാവില്ല. ഓ, എന്നാലും ഇവളുടെ ശ്യാമേ, ഈ സമയത്ത് ശ്യാമ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടത്. പപ്പിമോള് വന്നാലേ ആദ്യം തിരക്കുന്നത് അവളുടെ അമ്മ തന്നെ ആയിരിക്കും. രാഘവേട്ടൻ കണ്ടതല്ലേ ഇവിടെ? ഭാമേ, ഇക്കാര്യത്തിലെങ്കിലും നീ എന്നെ എതിർക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. അവള് മാപ്പം പറഞ്ഞില്ലേ? ആ മോളെ ശ്യാമേ, നീ അത് കയറിപ്പോ. എന്നിട്ടേ പപ്പിമോളുടെ കൂട്ടുകാരെ വീട്ടിലൊക്കെ ഫോൺ ചെയ്ത് ചോദിക്ക്. ആ ഒരു വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ. എടി ചെല്ലടി, ചെല്ലാൻ. ശ്യാമ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? കീറി ചെല്ലാൻ. അവനൊന്നും പറയത്തില്ല. നീ കയറി ചെല്ല്, അതിട്ട് പോ. ചെല്ലുമോളെ, ചെല്ലേ. സത്യമേ, ഞാൻ ഇറങ്ങാം. ഞാനും മോളെ തിരക്കിയുള്ള അന്വേഷണത്തിൽ തന്നെയാ. കവലകളിലും ബീച്ചുകളിലും കച്ചവടക്കാർക്കിടയിലും ഒക്കെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് തന്നെ എന്റെയും വിശ്വാസം. ആ ഉറപ്പിലാ ഞാൻ ഈ ഓടി നടക്കുന്നത്. എന്നാലും അവള് ഇനിയിപ്പോ അവളകത്ത് നിന്നിട്ട് കുഴപ്പമെല്ലാം ഉണ്ടാക്കോ? ഇല്ല ചേ, അമ്മ തൽക്കാലം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഉള്ളില് ബാക്കി എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കട്ടെ. അല്ല പിന്നെ ഹലോ
ആ അല്ല അല്ല നിങ്ങള് സാറേ എടോ എന്നെ പിടിച്ചോണ്ട് നിൽക്കാതെ പോയി അന്വേഷിക്കണോ എവിടെങ്കിലും ഒക്കെ എന്ന്. ചുമ്മാ പിടിച്ചു നടക്കാം എപ്പോഴും. ആ കുട്ടിയെ കണ്ടു കിട്ടാത്ത സ്ഥിതിക്ക് അവൾ എന്തുദ്ദേശത്തിലായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? കൊന്നു കളയേണ്ടതായിരുന്നു അന്ന് തന്നെ. നീ ആരാണെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു വാൽമാക്രിയുടെ അത്രയല്ലേ ഉള്ളൂ നീ. ഒന്നേ ഉള്ളെങ്കിലേ ഓലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാ പറയുന്നത്. എന്റെ ഈശ്വര, ഇവരിങ്ങനെ അസ്തമിച്ചുള്ള ഇരിപ്പിരുന്ന എന്റെ കാര്യം മുഴുവൻ മുടങ്ങുമല്ലോ. ഉടനൊന്ന് ഉണർത്തിയെടുത്താലേ പറ്റൂ. ശ്യാമ വീണ്ടും വന്ന് അകത്ത് കയറിയപ്പോ ഞാൻ കളിയൊന്ന് തോറ്റു. ഇനി സത്യഭാമ എന്ന തുറുപ്പ് ചീട്ടിറക്കിയാലേ ഒരു ജയത്തിലേക്ക് പോകാൻ പറ്റൂ. ശരി, ഒന്ന് ശ്രമിച്ചു കളയാം. റെഡി, 1, 2, 3. മോളെ, നീ എന്തിനാ കരയുന്നേ? ഇങ്ങ് വന്നേ. സത്യമേ, സത്യമേ, എന്താ മോളെ? എനിക്ക് വയ്യ സത്യമേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവാ. പോവാനോ? എന്തിന്? സത്യമയ്ക്കൊഴികെ ഒറ്റൊരാൾക്കും എന്നെ ഈ വീട്ടിൽ ഇഷ്ടമല്ല. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാ സത്യമയ്ക്ക് മാത്രം എന്നോട് ഇഷ്ടം തോന്നുന്നത്. മോളെ, കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം വേറൊന്നുമല്ല. സത്യമ നിശ്ചയിച്ച് എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം മുടക്കാനാ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇപ്പോ പപ്പിമോളെ ഒളിപ്പിച്ചേക്കുന്നതും അതുകൊണ്ട് തന്നെയാ. പപ്പിമോളെ ഒളിപ്പിക്കാനോ? ആര്? മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്താ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനിരിക്കുന്നത്? എന്നെ സത്യമയം പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്രയും കൂർമ്മ ബുദ്ധിയും ദുഷ്ടത്തിലൊന്നും വരില്ല. നമ്മളൊക്കെ നേരെ വാ നേരെ പോന്ന് വിചാരിക്കുന്ന പാവങ്ങളാ. പക്ഷെ വലിയ പഠിപ്പും IAS പത്രാസും ഉള്ളവർക്ക് കള്ളബുദ്ധിയൊക്കെ ഒരുപാട് കാണും. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.